നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ആക്ടിവിറ്റി ഓർ ടേൺ ഓവർ റേഷ്യോസ് ആണ്. ഇതിൽ നമ്മൾ 7 റേഷ്യോസ് ആണ് പഠിക്കുക. ഇതിൽ ഫസ്റ്റ് വൺ ആണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ സ്റ്റോക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇൻവെൻട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റേഷ്യോ ആണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. സെക്കൻഡ് വൺ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, ഡെറ്റേഴ്സ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ക്രെഡിറ്റിന് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോയാൽ നമ്മുടെ ക്രെഡിറ്റ് സെയിൽസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനാണ് ഡെറ്റേഴ്സ് വരിക. അതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. പിന്നെ വരുന്നതാണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അടുത്തത് ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ. പിന്നെ വരുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡ് ഓർ ഡെറ്റേഴ്സ് വെലോസിറ്റി. നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ് ഓർ ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി. അങ്ങനെ 7 റേഷ്യോസ് ആണുള്ളത്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡ് ഓർ ഡെറ്റേഴ്സ് വെലോസിറ്റി, ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ് ഓർ ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി. അപ്പോൾ ഇതിൽ 1 by 1 ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തേതാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. സോ ഫസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. അപ്പോൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. ആവറേജ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് കാണാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് അതർ ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇവിടെ നമ്മുടെ അതർ ഡയറക്റ്റ് എക്സ്പെൻസസിനകത്ത് നമ്മൾ എടുക്കുന്ന ഐറ്റംസ് വേജസ്, ക്യാരേജ് ഇൻവേർഡ്, മറ്റുള്ള എല്ലാ എക്സ്പെൻസും ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ. അത് ഡയറക്റ്റ് എക്സ്പെൻസുകളാണെങ്കിൽ അതിനെ നമ്മൾ ആഡ് ചെയ്യും. മെയിനായിട്ട് വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് വേജസും ക്യാരേജ് ഇൻവേർഡും. അപ്പോൾ ഇതാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയിൽ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കഴിഞ്ഞാൽ നമുക്ക് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ് അടുത്ത വരുന്നത്. അപ്പോൾ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയുടെ ഫോർമുല എന്ന് പറയുന്നത് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് റെസീവബിൾ. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് റെസീവബിൾ. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ മൊത്തത്തിലുള്ള ക്രെഡിറ്റ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് മൈനസ് ചെയ്താൽ മതി. മൊത്തത്തിലുള്ള ക്രെഡിറ്റ് സെയിൽസിൽ നിന്ന് എന്തെങ്കിലും സെയിൽസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. അതാണ് നമ്മുടെ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ്. ദെൻ ആവറേജ് അക്കൗണ്ട്സ് റെസീവബിൾ. ഈ ആവറേജ് അക്കൗണ്ട്സ് റെസീവബിൾ എങ്ങനെ കണ്ടുപിടിക്കും? ഓപ്പണിംഗ് അക്കൗണ്ട്സ് റെസീവബിൾ പ്ലസ് ക്ലോസിംഗ് അക്കൗണ്ട്സ് റെസീവബിൾ ഡിവൈഡഡ് ബൈ 2. അതാണ് ആവറേജ് അക്കൗണ്ട്സ് റെസീവബിളിൻ്റെ ഫോർമുല. ഓപ്പണിംഗ് അക്കൗണ്ട്സ് റെസീവബിൾ പ്ലസ് ക്ലോസിംഗ് അക്കൗണ്ട്സ് റെസീവബിൾ ഡിവൈഡഡ് ബൈ 2. ഇനി ഈ അക്കൗണ്ട്സ് റെസീവബിൾസിനകത്ത് എന്തൊക്കെ വരും? അക്കൗണ്ട്സ് റെസീവബിളിനകത്ത് ഡെറ്റേഴ്സും ബിൽസ് റെസീവബിളും ആണ് വരുന്നത്. അക്കൗണ്ട്സ് റെസീവബിളിനകത്ത് ഡെറ്റേഴ്സ് വരും, ബിൽസ് റെസീവബിൾ വരും. ഓക്കെ, അപ്പോൾ ഡെറ്റേഴ്സിൻ്റെയും ബിൽസ് റെസീവബിളിൻ്റെയും ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ടെങ്കിൽ അതിൻ്റെ ബിൽസ് റെസീവബിളിൻ്റെയും ഡെറ്റേഴ്സിൻ്റെയും ഓപ്പണിംഗ് നമ്മളിവിടെ ആദ്യം ഒന്നിച്ചെടുത്ത് ആഡ് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യണം. ക്ലോസിങ് ബിൽസ് റെസീവബിളിൻ്റെയും ഡെറ്റേഴ്സിൻ്റെ ഇവിടെ എടുത്ത് ആഡ് ചെയ്യണം. അപ്പം ഇത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ളതാണ് ഓപ്പണിംഗ് റെസീവബിൾസ്. ബിൽസ് റെസീവബിളിൻ്റെ ഓപ്പണിംഗ് പ്ലസ് ഡെറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് രണ്ടിൻ്റെയും കൂടെ ടോട്ടലാണ് ഓപ്പണിംഗ് അക്കൗണ്ട്സ് റെസീവബിൾ. അതുപോലെ ക്ലോസിംഗ് അക്കൗണ്ട്സ് റെസീവബിൾ എന്ന് പറയുന്നത് ബിൽസ് റെസീവബിൾ അറ്റ് ദ എൻഡ് ആൻഡ് ഡെറ്റേഴ്സ് അറ്റ് ദി എൻഡ് രണ്ടിൻ്റെയും കൂടെ ടോട്ടലാണ് ക്ലോസിംഗ് അക്കൗണ്ട്സ് റെസീവബിൾ എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴാണ് ആവറേജ് അക്കൗണ്ട്സ് റെസീവബിൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ നെറ്റ് ക്രെഡിറ്റ് സെയിൽസിൽ ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. ഈ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുമ്പോൾ ഓക്കെ, നമുക്ക് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുമ്പോൾ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഇപ്പോൾ നമുക്ക് പല രീതിയിൽ തരാം. സെയിൽസ് ചിലപ്പോൾ ടോട്ടൽ സെയിൽസ് ആയിരിക്കും തന്നേക്കുന്നത്. ടോട്ടൽ സെയിൽസ് ആൻഡ് ക്യാഷ് സെയിൽസ് ഇതാണ് നമുക്ക് തന്നേക്കുന്നത്. ടോട്ടൽ സെയിൽസ് ആൻഡ് ക്യാഷ് സെയിൽസ്. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ നെറ്റ് ക്രെഡിറ്റ് സെയിൽ കാണുകയെന്ന് അറിയാമോ? നമുക്ക് റിട്ടേൺസ് ഒന്നും ഇല്ലയെന്ന് തന്നെ അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സെയിൽസ് മൈനസ് ക്യാഷ് സെയിൽസ് ചെയ്യുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് കിട്ടും. ഇവിടെ നമുക്ക് എത്രയാണ് ക്രെഡിറ്റ് സെയിൽസ് എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ സെയിൽസ് നിന്ന് നമ്മുടെ ക്യാഷ് സെയിൽസ് മൈനസ് ചെയ്താൽ മതി, നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് കിട്ടും. ഇനി റിട്ടേൺസും കൂടെ ഉണ്ടെങ്കിൽ ഈ ടോട്ടൽ ക്രെഡിറ്റ് സെയിൽ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞിട്ട് ഈ ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസിൽ നിന്ന് റിട്ടേൺസ് കുറയ്ക്കാം. ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസിൽ നിന്ന് മൈനസ് സെയിൽസ് റിട്ടേൺസ്, ഇത്രയും നമ്മൾ ചെയ്താൽ മതി. ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് നമുക്ക് മൈനസ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ബിൽസ് റെസീവബിളും ഡെറ്റേഴ്സും അതിൻ്റെത് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടാവും. അങ്ങനെ എടുക്കുമ്പോൾ രണ്ടിൻ്റെയും കൂടെ ഓപ്പണിംഗ് ഒരുമിച്ച് ആഡ് ചെയ്യണം. അതേപോലെ ബിൽസ് റെസീവബിളിൻ്റെയും ആൻഡ് ഡെറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഒരുമിച്ച് ആഡ് ചെയ്യണം. ഓക്കെ, ക്ലോസിംഗ് ബാലൻസ് ഒരുമിച്ച് ആഡ് ചെയ്യണം. അപ്പോഴാണ് ക്ലോസിംഗ് അക്കൗണ്ട്സ് റിസീവബിൾ ആവുന്നത്. അപ്പോൾ ഓപ്പണിംഗ് അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയുന്നത് ബിൽസ് റിസീവബിളിൻ്റെയും ഡെറ്റേഴ്സിൻ്റെയും ഓപ്പണിങ്ങിൻ്റെ ടോട്ടൽ. അതേപോലെ ക്ലോസിംഗ് അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയുന്നത് ബിൽസ് റിസീവബിളിൻ്റെയും ഡെറ്റേഴ്സിൻ്റെയും ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴാണ് ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ ആവുന്നത്. അപ്പോൾ അതാണ് നമുക്ക് പറയാനുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ അവിടെ കഴിഞ്ഞു. ഇനി ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ. നമ്മൾ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുമ്പോൾ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ, അതാണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺസ് മാറ്റിയാൽ മതി. നമ്മുടെ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺസ് ആണ് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസ്. ഇനി അതിൻ്റെ ഡിനോമിനേറ്ററിലുള്ള ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ കണ്ടുപിടിക്കാൻ ഓപ്പണിംഗ് അക്കൗണ്ട്സ് പേയബിൾ പ്ലസ് ക്ലോസിംഗ് അക്കൗണ്ട്സ് പേയബിൾ ഡിവൈഡഡ് ബൈ 2. ഇവിടെ നമ്മൾ ഓപ്പണിംഗ് അക്കൗണ്ട്സ് പേയബിളിനകത്ത് ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സും ഓപ്പണിംഗ് ബിൽസ് പേയബിളും ആണ് ആഡ് ചെയ്യുന്നത്. ഓപ്പണിങ്ങിലുള്ള ക്രെഡിറ്റേഴ്സും ഓപ്പണിങ്ങിലുള്ള ബിൽസ് പേയബിളും നമ്മളിവിടെ ആഡ് ചെയ്യും. അതേപോലെ ക്ലോസിംഗ് അക്കൗണ്ട്സ് റിസീവബിളിനകത്ത് ക്ലോസിങ്ങിലുള്ള ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും നമ്മളിവിടെ ആഡ് ചെയ്യും. ഓക്കെ, എന്നിട്ടാണ് അത് ഡിവൈഡ് ബൈ 2 ചെയ്തിട്ട് ആവറേജ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ആവറേജ് എടുക്കുന്നത്. ഇനി ഈ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് എടുക്കുന്ന കേസിലും നമുക്കൊരു കാര്യം നോക്കാം. ഈ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് എടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും? ടോട്ടൽ പർച്ചേസ് തന്നിട്ടുണ്ടാവും. ടോട്ടൽ പർച്ചേസിനകത്ത് ടോട്ടൽ ക്യാഷ് പർച്ചേസും ഉണ്ട്, ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസും ഉണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, എപ്പോഴും നമ്മുടെ ക്രെഡിറ്റ് പർച്ചേസിൽ മാത്രമേ റിട്ടേൺസ് വരുന്നുണ്ടാകത്തുള്ളൂ. ഓക്കെ, റിട്ടേൺസ് എപ്പോഴും നമ്മുടെ ക്രെഡിറ്റ് പർച്ചേസിൽ മാത്രമേ വരുന്നുണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ടോട്ടൽ പർച്ചേസ് എന്ന് പറയുന്നത് അതിനകത്ത് ടോട്ടൽ ക്യാഷ് പർച്ചേസും ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസും കൂടെ ടോട്ടൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് കാണണമെങ്കിൽ ടോട്ടൽ പർച്ചേസസ് മൈനസ് ടോട്ടൽ ക്യാഷ് പർച്ചേസ് മൈനസ് റിട്ടേൺസ്, ഇത്രയും ചെയ്യുമ്പോഴാണ് നമുക്ക് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയുടെ ന്യൂമറേറ്ററാണ് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന റിട്ടേൺസ് ആണ് യൂഷ്വലി ലെസ് ചെയ്യുന്നത്. പക്ഷേ ക്യാഷ് പർച്ചേസ് ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മുടെ ടോട്ടൽ പർച്ചേസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെങ്കിൽ, ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെങ്കിൽ റിട്ടേൺസ് മാത്രം കുറച്ചാൽ മതി. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ടോട്ടൽ പർച്ചേസ് ആണ് തന്നിരിക്കുന്നത്, നമ്മൾ ടോട്ടൽ ക്യാഷ് പർച്ചേസും ലെസ് ചെയ്യണം, റിട്ടേൺസും ലെസ് ചെയ്യണം, എങ്കിലേ നമുക്ക് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതത്രയേ ഉള്ളൂ. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വന്നേക്കുന്നത് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ദെൻ ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ. അടുത്തതാണ് നമ്മുടെ ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ. നെക്സ്റ്റ് റേഷ്യോ ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസറ്റ്. നെറ്റ് സെയിൽസും ഫിക്സഡ് അസറ്റും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നെറ്റ് സെയിൽസ് ന്യൂമറേറ്ററിൽ, ഫിക്സഡ് അസറ്റ്സ് ഡിനോമിനേറ്ററിൽ. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കിട്ടുന്നത്. ഈ നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് സെയിൽസ് എന്ന് വെച്ചാൽ നമ്മുടെ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് പ്ലസ് ക്യാഷ് സെയിൽസ്. നമ്മുടെ ക്യാഷ് സെയിലിൻ്റെയും ക്രെഡിറ്റ് സെയിൽസിൻ്റെയും ടോട്ടലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്ത് നമ്മുടെ റിട്ടേൺസ് കൺസിഡർ ചെയ്യരുത്, റിട്ടേൺസ് മാറ്റണം. അപ്പോൾ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് മൈനസ് റിട്ടേൺസ് ആണ് നമ്മളിവിടെ എടുക്കുന്ന ക്രെഡിറ്റ് പർച്ചേസ് അല്ല, ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ്
ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് മൈനസ് റിട്ടേൺസ് ആണ് നമ്മളിവിടെ എടുക്കുന്ന സെയിൽസ് എന്ന് പറയുന്നത്. ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ ക്യാഷ് സെയിൽസും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് ഇവിടെ ന്യൂമറേറ്ററിൽ എടുക്കേണ്ട ഐറ്റം കിട്ടും. നെക്സ്റ്റ് വൺ നെറ്റ് ഫിക്സഡ് അസറ്റ്സ്. നെറ്റ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ്സ് നിന്ന് ഡിപ്രീസിയേഷൻ മാറ്റിയിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പോൾ ഫിക്സഡ് അസറ്റ്സ് മൈനസ് ഡിപ്രീസിയേഷൻ നെറ്റ് ഫിക്സഡ് അസറ്റ്സ് കിട്ടും. അടുത്തതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. നമ്പർ 5 ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ നെറ്റ് സെയിൽസ് തന്നെയാണ് എടുക്കുന്നത്. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ സെയിൽസിൽ നിന്ന് റിട്ടേൺസ് കുറച്ചിട്ടുള്ളത്. റിട്ടേൺ വല്ലതും കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ടുള്ള ടോട്ടൽ ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലൂടെ ചേർന്നതാണ് നെറ്റ് സെയിൽസ്. ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ചെയ്യും. അതാണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലും നമുക്ക് കിട്ടും. ഇനി ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡ്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡ് അല്ലെങ്കിൽ ഡെറ്റേഴ്സ് വെലോസിറ്റിയാണ് അടുത്ത പഠിക്കാനുള്ളത്. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ ഡേയ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ 365 ഡേയ്സ് ഡിവൈഡഡ് ബൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. നമ്മൾ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ പഠിച്ചായിരുന്നല്ലോ. അപ്പോൾ നമ്മളോട് ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡ് അല്ലെങ്കിൽ ഡെറ്റേഴ്സ് വെലോസിറ്റി ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം, ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാണണം. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടിട്ട് അത് ഡേയ്സിൽ നമുക്ക് വേണം. ഡെറ്റേഴ്സിൻ്റെ കളക്ഷൻ പീരീഡ് ഡേയ്സിൽ വേണമെങ്കിൽ 365 ഡേയ്സ് ഡിവൈഡഡ് ബൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഇനി നമുക്ക് മന്ത്സിൽ വേണമെങ്കിൽ 12 മന്ത്സ് ന്യൂമറേറ്ററിൽ എടുക്കാം. 365 ഡേയ്സിന് പകരം 12 മന്ത്സ് ന്യൂമറേറ്ററിൽ എടുത്തിട്ട് 12 മന്ത്സ് ഡിവൈഡഡ് ബൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ചെയ്താലും മതി. സെയിം രീതി ക്രെഡിറ്റേഴ്സ് കളക്ഷൻ പീരീഡ്, അതായത് ക്രെഡിറ്റേഴ്സിന് നമുക്ക് കളക്ഷൻ പീരീഡ് അല്ല, ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റ് പീരീഡാണ് കേട്ടോ. ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ്. അപ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ് ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റ് പീരീഡ് കാണാനും. നമ്മൾ എത്ര നാളുകൊണ്ട് പേയ്മെൻറ്റ് കൊടുത്ത് തീർക്കും, അതാണ് ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ് കാണാൻ വേണ്ടിയിട്ട് 365 ഡേയ്സ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. നമ്മൾ ഡേയ്സിൽ കിട്ടാൻ വേണ്ടിയാണ് 365 ഡേയ്സ് ഡിവൈഡ് ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എടുക്കുന്നത്. നമുക്ക് മന്ത്സിൽ വേണമെന്നുണ്ടെങ്കിൽ ആ 365 ഡേയ്സിന് പകരം നമുക്ക് 12 മന്ത്സ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ചെയ്താലും മതി. നമുക്ക് ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് മന്ത്സിലും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ടേൺ ഓവർ റേഷ്യോസ്. ഓക്കെ.